ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ബ്രെഡ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് സമൂസക്കും കട്ട്ലറ്റിനൊക്കെ തയ്യാറാക്കുന്ന മസാല ഉണ്ടല്ലോ, അതും നമ്മുടെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ആ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ 3-4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക കേട്ടോ. ഉപ്പും മഞ്ഞളും ചേർത്താണ് വേവിക്കേണ്ടത്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസിൽ സവോള, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇവയ്ക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയുമ്പോൾ അതിലോട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഈ വഴറ്റുമ്പോൾ ഇതിൽ കൂടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, പിന്നെ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ വഴറ്റിയ മസാല വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനോ ബീഫോ കൂടി ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കറിയിൽ നിന്ന് എടുത്ത് പീസ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ മസാല ഫില്ലിങ്സ് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സാക്കി വെക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ ഓരോ ദിവസം ഓരോ റെസിപ്പികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ സമൂസ ലീഫില്ല കട്ട്ലേറ്റ് പോലെ പ്രിപ്പയർ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു മസാല നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡ് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ആ സൈഡിൻ്റെ ആ ഒരു ബ്രൗൺ കളർ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടി തന്നെയാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നീളത്തിൽ നമുക്ക് ബീഫ് റോളൊക്കെ പോലെ നീളത്തിൽ പരത്തി എടുത്തിട്ട് നീളത്തിൽ അതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതുപോലെയും ഈ ഷേപ്പിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഈ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു വീഡിയോ. അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ അങ്ങനെയൊന്നും കുടിക്കാറുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ബ്രെഡ് ഐറ്റംസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസിലും കുറച്ചൊക്കെ വെളിച്ചെണ്ണ അത് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ടുള്ള കാരണം നമ്മൾ സൈഡൊക്കെ ഒന്ന് ചെരിച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നല്ല സൂപ്പർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.